മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് വെള്ളിയാഴ്ച. മഹാലക്ഷ്മിക്ക് പ്രാധാന്യമുള്ളതുപോലെ തന്നെ ശുക്രഭഗവാന് വിശേഷപ്പെട്ട ദിവസവും വെള്ളിയാഴ്ചയാണ്. പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ്. മാത്രമല്ല, സമ്പത്തും സമൃദ്ധിയും വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബത്തിൽ സൗഭാഗ്യങ്ങൾ നിറയുന്നതുമാണ്. അതിനായി വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു 5 രൂപ നാണയം നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കുളിച്ച് ശുദ്ധിയോടുകൂടി മാത്രമേ ഈ ഒരു കർമ്മം ചെയ്യുവാൻ പാടുള്ളൂ. നോൺ വെജ് കഴിച്ചതിന് ശേഷവും പുലവാലായ്മയുള്ളവരും പീരിയഡ്സ് ഉള്ളവരും ഒരു കാരണവശാലും ഈ വഴിപാട് ചെയ്യുവാൻ പാടില്ല. ഇനി നിങ്ങളുടെ പൂജാമുറിയിലിരുന്നോ അല്ലെങ്കിൽ ശാന്തമായ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നോ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിലേക്ക് നോക്കിയിരുന്ന് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ പണം സംബന്ധമായ അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം 5 രൂപ നാണയം നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് ഇനി പറയുന്ന മന്ത്രം ചൊല്ലി ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഓം ശ്രീം ശ്രീം മഹാലക്ഷ്മി ആകർഷയ ആകർഷയ മമ വശമാനയ സ്വാഹ. മന്ത്രം 7 തവണയോ അല്ലെങ്കിൽ 9, അതുമല്ലെങ്കിൽ 21, 54, ഇനി അതല്ലെങ്കിൽ 108 തവണയോ ചൊല്ലാവുന്നതാണ്. മന്ത്രം ചൊല്ലി പൂർത്തിയായതിനു ശേഷവും നിങ്ങളുടെ ആ ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് ലക്ഷ്മി ദേവിയോട് ഒരു തവണ കൂടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള 5 രൂപ നാണയം ഒരു പേപ്പറിൽ മടക്കിയോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിലാക്കി നിങ്ങളുടെ പണം വെക്കുന്നിടത്ത് വെക്കാവുന്നതാണ്. ഒരു കാരണവശാലും പണപ്പെട്ടിയിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അവിടെ വെച്ചിരിക്കുന്ന ഈ 5 രൂപ നാണയം ചിലവാക്കുവാൻ പാടില്ല. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് വെള്ളിയാഴ്ച ദിവസം ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിലൂടെ പണവരവിൽ വളരെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്.